ഈ വീഡിയോയിൽ പ്രധാനപ്പെട്ട ജിയോ പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റ്സാണ് നമ്മൾ നോക്കുന്നത്. ഇറാൻ ആയിക്കോട്ടെ കുറച്ച് അഗ്രസീവായിട്ടുള്ള ആക്രമണങ്ങൾ മിഡിൽ ഈസ്റ്റ് മേഖലയിലേക്ക് നടത്തിയതായിട്ട് അവർ ക്ലെയിം ചെയ്യുന്നുണ്ട്. അതിൽ ജോർദാനിൽ 3 തവണ ഒരു ആക്രമണം നടത്തിയിട്ടുണ്ട്. രാവിലെ അറ്റാക്ക് നടത്തിയിട്ടുണ്ട്, ഉച്ചയ്ക്ക് അറ്റാക്ക് നടത്തിയിട്ടുണ്ട്, അതുപോലെ തന്നെ വൈകുന്നേരത്തും ഒരു അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ IRGC ക്ലെയിം ചെയ്യുന്നത് 8 അമേരിക്കൻ സോൾജേഴ്സെങ്കിലും മിനിമം അവിടെ കൊല്ലപ്പെട്ടിട്ടുണ്ടാവാം എന്നുള്ളൊരു ക്ലെയിം IRGC മുന്നോട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ അവർ ഇന്നലെ സാറ്റർഡേ ത്രൂ ഔട്ട് ഉച്ചയ്ക്ക് ശേഷം അവർ ഈ ഒരു ക്ലെയിമാണ് ഇറാൻ്റെ ഉള്ളിൽ അവരുടെ പ്രസ് TVയിലും അതേപോലെ തന്നെ തസ്നീം ന്യൂസിലൊക്കെ അവർ പബ്ലിഷ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ അതുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് അമേരിക്ക കൃത്യമായിട്ട് അതിനുള്ള മറുപടി കൊടുത്തിട്ടുണ്ട്. 2 അമേരിക്കൻ സോൾജേഴ്സാണ് ജോർദാൻ ബേസിൽ കൊല്ലപ്പെട്ടത്. ജോർദാനിൽ 2 ബേസിലും അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. അൽസാത്തി എയർബേസ് അതേപോലെ തന്നെ ഫൈസൽ എയർബേസ് എന്ന് പറഞ്ഞിട്ടുള്ള 2 ബേസിലായിട്ട് ആക്രമണം നടത്തിയിട്ടുണ്ട്. കാരണം ഇതിന് മുമ്പുള്ള എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജോർദാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ എന്താണ് എക്സാക്ട്ലി അവിടുത്തെ ആക്രമണത്തിൻ്റെ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. അതേപോലെ സൗദി അറേബ്യയിൽ നടത്തിയ ആക്രമണത്തിനെ കുറിച്ചും കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അതുപോലെ കുവൈറ്റിൽ നടത്തിയ ആക്രമണങ്ങളെക്കുറിച്ചും കുറച്ചുകൂടെ വ്യക്തമായിട്ടുള്ള പിക്ചേഴ്സ് പുറത്തു വരുന്നുണ്ട്. അതേസമയം ഇറാൻ, സൗദി അറേബ്യ, ഖത്തർ, കുവൈറ്റ്, ബഹ്റൈൻ, ജോർദാൻ ഈ രാജ്യങ്ങൾ മാത്രമല്ലാണ്ട് ഇറാഖിൻ്റെ ഉള്ളിൽ ശക്തമായ രീതിയിൽ അറ്റാക്ക് വീണ്ടും നടത്തിയിട്ടുണ്ട്. 10 ടൈംസ് ആണ് ഇറാഖിൻ്റെ ഉള്ളിൽ അറ്റാക്ക് നടത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ച് കുർദ് കമ്മ്യൂണിറ്റികളെ ടാർഗറ്റ് ചെയ്താണ് ഇറാൻ അറ്റാക്ക് നടത്തിയിരിക്കുന്നത്. ഷാഹിദ് ഡ്രോൺ കാറ്റഗറിയിൽപ്പെട്ട ഡ്രോൺ 136 എണ്ണമാണ് ഇറാഖിൻ്റെ ഉള്ളിലേക്ക് ഇറാൻ ഉപയോഗിച്ചത്. അതുമാത്രമല്ല സുലൈമാനിയ എന്ന് പറഞ്ഞ ആ ഒരു നഗരം കേന്ദ്രീകരിച്ചാണ് അറ്റാക്ക് നടത്തിയത്. അത് ശരിക്കും കുർദുകൾ കൂടുതൽ തിങ്ങിപ്പാർക്കുന്ന സ്ഥലമാണ്. അതായത് ഇവർ കുർദ് സേനകളെ അറ്റാക്ക് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ പേരിൽ അവിടുത്തെ സിവിലിയൻസിൻ്റെ മേളിലാണ് ഇവർ ആക്രമണം നടത്തിയിരിക്കുന്നത്. സാധാരണക്കാരെയാണ് ഇവർ അറ്റാക്ക് നടത്തിയിരിക്കുന്നത്. ഇപ്പോൾ പോലും നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞിരുന്ന വീഡിയോയിൽ ഇവർ പറയുന്ന ഡീസലിനേഷൻ പ്ലാന്റ്, ലാറക് ഐലൻഡിലുള്ള ഡീസലിനേഷൻ പ്ലാന്റ് എന്ന് പറയുന്നത് അത് വെറും നാടകം മാത്രമാണ്. അതൊരു ഡീസലിനേഷൻ പ്ലാന്റ് അല്ല. വെള്ളം അവിടെ നിന്ന് പമ്പ് ചെയ്യുന്ന ഒരു പമ്പിംഗ് സ്റ്റേഷൻ മാത്രമായിരുന്നു. ആ പമ്പിംഗ് സ്റ്റേഷനെയാണ് ഇവർ ഞങ്ങളുടെ ഡീസലിനേഷൻ പ്ലാന്റ് അറ്റാക്ക് ചെയ്തു എന്ന് ക്ലെയിം ഉയർത്തിക്കൊണ്ട് അതിന്റെ പേരിൽ കുവൈറ്റിന് മേളിൽ മാരകമായിട്ടുള്ള അറ്റാക്ക് നടത്തിയിരിക്കുന്നത്. ഇനി തീർച്ചയായിട്ടും ഇതിനെതിരെ അമേരിക്ക പ്രതികരിക്കുമോ വെച്ചാൽ സൺഡേ പുലർച്ചെ, മീൻസ് സാറ്റർഡേ ടു സൺഡേ ആ ഒരു രാത്രിയിൽ ശക്തമായ രീതിയിൽ അറ്റാക്ക് നടത്തുമെന്ന് തന്നെയാണ് അമേരിക്ക പറഞ്ഞിരിക്കുന്നത്. ഇതിലുപരിയായിട്ട് ഇസ്രായേലിനെതിരെ ഒരു താക്കീത് ഇറാൻ പുറപ്പെടുവിച്ചിട്ടുണ്ട്. അത് സംഭവം വേറെ ഒന്നുമല്ല, ഈ മിഡിൽ ഈസ്റ്റിലുള്ള ബേസുകളിൽ നിന്നല്ല അമേരിക്ക ഇതുവരെ അറ്റാക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇറാനെതിരെയുള്ള ഒരു അറ്റാക്ക് പോലും മിഡിൽ ഈസ്റ്റിലുള്ള അമേരിക്കൻ ബേസുകളിൽ നിന്നും ടേക്ക് ഓഫ് ചെയ്തിട്ടില്ല. പക്ഷേ ഇവിടെ ഒരു വിഷയം നമ്മൾ വളരെ സ്പെസിഫിക് ആയിട്ട് നോക്കേണ്ടതുണ്ട്. ഇറാന്റെ മേളിൽ ആക്രമണം നടത്താൻ വേണ്ടിയിട്ട് UK ബേസിൽ നിന്നും എടുക്കുന്ന വിമാനങ്ങൾ ഇസ്രായേലിൽ വന്ന് റീഫ്യൂവലിംഗ് ചെയ്ത് അവിടെ നിന്നും വീണ്ടും സ്ട്രേറ്റ് ഓഫ് ഹോർമോസിലേക്ക് വരികയാണ്. അതാണ് ആ ഒരു മാർഗമാണ് അവർ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് കൃത്യമായിട്ട് ഇറാൻ കണ്ടെത്തിയിട്ടുണ്ട്. സാറ്റലൈറ്റ് ഇമേജറി മാപ്പുകൾ, റഡാർ മാപ്പിംഗ് ഒക്കെ പുറത്തു വരുന്നുണ്ടല്ലോ. ഇത് അവർ കണ്ടെത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ചൈന, റഷ്യ പോലത്തെ രാജ്യങ്ങളൊക്കെ ഈ ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇത് അറിഞ്ഞതിനെ തുടർന്ന് ഇസ്രായേൽ നിങ്ങൾ കരുതിയിരുന്നോളൂ, നിങ്ങളുടെ എയർബേസിൽ നിന്നാണ് വിമാനങ്ങൾ ഇറാനിലേക്ക് വരുന്നത് ആക്രമണം നടത്താൻ. കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് ഞങ്ങൾ ഇത് നോട്ടീസ് ചെയ്യുന്നുണ്ട്. സോ ഇത് തുടർന്നാൽ ഞങ്ങൾ വീണ്ടും അറ്റാക്ക് നടത്തും, ഇസ്രായേലിനെതിരെ അറ്റാക്ക് നടത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പം അമേരിക്ക എന്ന് പറഞ്ഞ ഒരു രാജ്യം മാത്രമാണ് ഇറാനെതിരെ അറ്റാക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവർ ശക്തമായ രീതിയിൽ അറ്റാക്ക് നടത്തുന്നുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട ഫൂട്ടേജസ് ഇഷ്ഫഹാനിൽ ഇന്നലെ താറുമാറായിട്ടുള്ള ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട്. അതുപോലെ ബന്ദർ അബ്ബാസ് എന്ന് പറഞ്ഞ പോർട്ട്, നേവൽ ബേസ് അവർക്ക് ഉപയോഗശൂന്യമാക്കുന്ന രീതിയിൽ വീണ്ടും വീണ്ടും അവിടെ ആക്രമണങ്ങൾ തുടരുകയാണ് അമേരിക്ക. ഇന്നലെ ഞാൻ കാണിച്ച ഒരു ടണൽ, ആ ടണൽ എന്ന് പറഞ്ഞാൽ മുകളിൽ റോഡ്, താഴെ കൂടെ അണ്ടർഗ്രൗണ്ട് പാത്ത് വേ പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ റോഡ് ആക്രമിച്ചിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ അവർ ടണൽ റൂട്ട് ക്ലിയറൻസ് ചെയ്യുകയാണ് ഇറാൻ. യുദ്ധകാലാടിസ്ഥാനത്തിൽ അത് പെട്ടെന്ന് തന്നെ അത് റെക്ടിഫൈ ചെയ്ത് ബന്ദർ അബ്ബാസ് തുറമുഖത്തിലേക്കുള്ള ഒരു ഗതാഗതം പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ട് തിടുക്കിട്ട നീക്കങ്ങളാണ് ഇറാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ക്യൂവിൽ കിടന്ന വാഹനങ്ങളൊക്കെ ഞാൻ ഇതിനു മുമ്പുള്ള ഫുട്ടേജിൽ കാണിച്ചിട്ടുണ്ട്. അത് വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ അത്തരത്തിൽ ഇറാൻ വളരെ എഫക്റ്റീവായിട്ട് തന്നെ ഇതിൽ ഇടപെടുന്നുണ്ട്. അതായത് അവർ യുദ്ധകാല അടിസ്ഥാനത്തിൽ അവരുടെ എമർജൻസി റൂട്ടുകളെല്ലാം തന്നെ അവർ ഫോക്കസ് ചെയ്ത് നന്നാക്കുകയാണ്. അവിടെ ഉടനെ തന്നെ ബുൾഡോസർ കൊണ്ടുവരുന്നുണ്ട്. അതേപോലെ മണ്ണുമാന്തി യന്ത്രങ്ങളൊക്കെ കൊണ്ടുവന്ന് അവിടെ പെട്ടെന്ന് തന്നെ അവർ പണി നടത്തുകയാണ്. കാരണം അതിൻ്റെ അർജൻസി അവർക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകുന്നുണ്ട്. പക്ഷേ അമേരിക്ക വീണ്ടും അവിടെ അറ്റാക്ക് നടത്തും. അമേരിക്ക കൃത്യമായിട്ട് സ്ട്രേറ്റ് ഓഫ് ഹോർമോസിൽ ഒരു മെഷർമെൻറ്റ് വെച്ചിട്ടുണ്ട്. നമ്മൾ ഇതിനു മുമ്പ് തന്നെ മാർക്ക് ചെയ്ത് കാണിച്ചിട്ടുണ്ട്.
ആ ഒരു ഏരിയയിൽ ഞാൻ ഈ കാണിക്കുന്ന മാപ്പിൽ ഗ്രീൻ കളറിൽ മാർക്ക് ചെയ്തിരിക്കുന്ന ആ പോർഷൻസ് കംപ്ലീറ്റ് അമേരിക്ക അവരുടെ കൺട്രോളിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആ ഭാഗത്തുള്ള ഭീഷണികളെല്ലാം ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ആക്രമണമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇറാൻ ഇസ്രായേലിന് കൊടുത്തിരിക്കുന്ന താക്കീത് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ നിങ്ങൾക്കെതിരെയും അറ്റാക്ക് നടത്തും. ബിക്കോസ് എന്താണ് സംഭവം, നിങ്ങളുടെ എയർബേസിൽ നിന്നാണ് ഞങ്ങൾക്കെതിരെ അമേരിക്കൻ എയർക്രാഫ്റ്റുകൾ ഞങ്ങളിലേക്ക് ആക്രമണം നടത്തുന്നത്. സോ ലീഗലി ഞങ്ങൾക്ക് നിങ്ങളെ തിരിച്ചടിക്കാനുള്ള റൈറ്റ് ഉണ്ട്. ഓക്കെ, നിങ്ങൾ അടിച്ചോളൂ. ഇസ്രായേൽ അതാണ് പ്രതീക്ഷിച്ചിരിക്കുന്നത്. നിങ്ങൾ ഇസ്രായേലിനെ തൊടുന്ന ആ മൊമെന്റിൽ ഇസ്രായേൽ ഇതേപോലെ അമേരിക്കയെ പോലെ രാത്രി 3 മണിക്കും 4 മണിക്കും സമയം നോക്കി അലാറം വെച്ച് എണ്ണീറ്റ് വന്ന് അറ്റാക്ക് നടത്തില്ല. ഇസ്രായേൽ തുടരെ അടിക്കും, തലങ്ങും അടിക്കും. ഇസ്രായേലിന് പെർമിഷൻ കൊടുക്കാത്തത്, ഇസ്രായേലിനെ അമേരിക്ക ഇത്തവണ ഉള്ളിൽ കൊണ്ടുവരാത്തത് ശരിക്കും ഇറാൻ അതൊരു ഭാഗ്യമാണ്. ഇസ്രായേലും കൂടി ആക്രമണം തുടങ്ങിയിരുന്നു എങ്കിൽ ഇറാന്റെ ഗതി ഇതായിരിക്കില്ല. ഇപ്പം ഇന്ന് പാർലമെന്റ് കൂടിയിട്ട് അമേരിക്കയുമായിട്ട് ഡിജിറ്റലി സൈൻ ചെയ്ത MOU ഞങ്ങൾ കീറിക്കളയുകയാണെന്ന് പറഞ്ഞിട്ട് അവിടെ എല്ലാം തന്നെ കീറിക്കളഞ്ഞിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട പ്രഖ്യാപനവും അവർ പുറത്തുവിട്ടിട്ടുണ്ട്. അവർ പറഞ്ഞിരിക്കുന്നത് ഇനി അമേരിക്കയുമായിട്ട് ഇങ്ങനെ ഒരു MOU നിലനിൽക്കുന്നില്ല, ഞങ്ങളിത് ടിയർ ചെയ്ത് കളഞ്ഞിരിക്കുകയാണെന്നാണ് അവർ പറയുന്നത്. ഈ സാഹചര്യത്തിൽ ആ പാർലമെന്റ് കൂടുന്ന സ്ഥലമില്ലേ, ആ സ്ഥലം തന്നെ ഇസ്രായേൽ അടിച്ച് പൊളിച്ച് കളഞ്ഞേനെ. ഇപ്പൊ ഇസ്രായേൽ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പറഞ്ഞാൽ സൈലന്റ് ആയിട്ട് കംപ്ലീറ്റ് ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇറാൻ എങ്ങാനും അബദ്ധവശാൽ ഇസ്രായേലിന്റെ മേളിൽ ഒരു ആക്രമണം നടത്തി കഴിഞ്ഞാൽ തകർത്ത് വെച്ചിട്ടുള്ള അറ്റാക്ക് ആയിരിക്കും. പൂരം പിന്നെ നമുക്ക് പറഞ്ഞറിയിക്കേണ്ടതില്ല. മുജ്തബ ഖൊമനേയി പറഞ്ഞിരിക്കുന്നത് സാത്താനെ ഞങ്ങൾ തുരത്താനുള്ള സമയമായി, സാത്താനെതിരെയുള്ള അമേരിക്കക്കെതിരെയുള്ള യുദ്ധം ശക്തിപ്പെടുത്തണമെന്നാണ് പുള്ളിക്കാരൻ ലെറ്റർ മുഖേന എഴുതി പാർലമെന്റിലേക്ക് കൊടുത്തയച്ചതായിട്ടാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. ഒരു വീഡിയോ ഫൂട്ടേജ് പ്ലീസ്, ഒരു വീഡിയോ ഫൂട്ടേജ് എങ്കിലും പുറത്തുവിട്ടിരുന്നെങ്കിൽ ഒരു വലിയ കൺഫ്യൂഷന് ഒരു ഉത്തരം കിട്ടുമായിരുന്നു. കത്തിലൂടെ മാത്രം സംസാരിക്കുന്ന ഒരു സുപ്രീം ലീഡർ മൊഹസിൻ റേസ IRGCയുടെ ഒരു സീനിയർ കമാൻഡർ ഉദ്യോഗസ്ഥനാണ്. പുള്ളിക്കാരൻ പറഞ്ഞിരിക്കുന്നത് ഇന്ന് ഇറാൻ അമേരിക്കയ്ക്ക് അൾട്ടിമേറ്റം കാണിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അമേരിക്കയ്ക്ക് എന്ത് അൾട്ടിമേറ്റമാണ് നിങ്ങൾ കാണിച്ചിരിക്കുന്നത്? ഒരു അൾട്ടിമേറ്റം കാണിച്ചിട്ടില്ല. ഇറാൻ എല്ലാം അറ്റാക്ക് നടത്തിയിരിക്കുന്നത് അവരുടെ സുഹൃത്ത് രാജ്യങ്ങൾ എന്ന് വിളിക്കുന്ന മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾക്ക് മേളിലാണ് അവർ അറ്റാക്ക് നടത്തിയിരിക്കുന്നത്. ഇതിൽ കുവൈറ്റിൽ ഒരു സയൻസ് റിസർച്ച് സെന്റർ അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. അത് ഇറാന്റെ മിസൈൽ ആക്രമണത്തിൽ പൊട്ടിത്തെറിച്ച് കത്തി നശിക്കുന്ന വീഡിയോ പുറത്തു വന്നിട്ടുണ്ട്. സാദ് അബ്ദുള്ള സെക്യൂരിറ്റി സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നാണ് അവർ അക്കാഡമി. ആ അക്കാഡമിയാണ് നിന്ന് കത്തുന്നത്. അതിലുപരിയായിട്ടാണ് ഡീസലിനേഷൻ പ്ലാന്റ്, ഓയിൽ റിഫൈനറി, അതുപോലെ ഈ ആക്രമണത്തിനെ തുടർന്ന് ഫയർ ഫൈറ്റേഴ്സ്, സിവിൽ ഡിഫൻസ്, ഈ തീ കെടുത്താൻ വേണ്ടിയിട്ട് അവിടെ വന്ന എമർജൻസി ഫോഴ്സ് ആയിട്ടുള്ള ഫയർഫോഴ്സിന്റെ മേളിലും ഇറാന്റെ ഡ്രോണുകൾ വീണ്ടും ആക്രമണം നടത്തിയിട്ടുണ്ട്. കുവൈറ്റൊക്കെ ഇറാനും അമേരിക്കയും തമ്മിൽ ഒരു പീസ് ഡീൽ ഉണ്ടാവാൻ വേണ്ടിയിട്ട് വളരെയധികം കഷ്ടപ്പെട്ട് ശ്രമിച്ച രാജ്യമാണ്. എന്നിട്ട് കാര്യമൊന്നുമില്ല. ലിബിയയുടെ നാഷണൽ ഓയിൽ കോർപ്പറേഷൻ ഒരു പ്രഖ്യാപനം, 195 മില്യൺ ബാരൽ ക്രൂഡ് ഓയിൽ കപ്പാസിറ്റിയുള്ള ഒരു പുതിയ എണ്ണ ശേഖരം അവർ കണ്ടെത്തിയിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട അനൗൺസ്മെന്റ് അവർ നടത്തിയിട്ടുണ്ട്. അതിലുപരിയായിട്ട് ഞാനിവിടെ ഒരു മാപ്പ് വെക്കുന്നത് നിങ്ങൾ കണ്ടോളൂ. ഇത് ശരിക്കും ഇറാഖിൽ നിന്നും എണ്ണ എടുത്ത് മെഡിറ്ററേനിയൻ സീ വഴി അമേരിക്ക കൊണ്ടുപോകാനുള്ള മാർഗങ്ങളാണ് നോക്കുന്നത്. അത് യൂറോപ്പിലേക്കാണ് അവർ സപ്ലൈ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. ഷെവറോൺ എന്ന് പറഞ്ഞ അമേരിക്കൻ കമ്പനിയുമായിട്ട് ഇറാഖ് ഈ ഒരു എഗ്രിമെന്റ് സൈൻ ചെയ്തിട്ടുണ്ട്. വാഷിംഗ്ടൺ DC സന്ദർശനം നടത്തിയ അലി അൽ സൈദി എന്ന് പറഞ്ഞ ഇറാഖിന്റെ പ്രൈം മിനിസ്റ്ററാണ് ഈ ഡീലുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ അമേരിക്കയുമായിട്ട് എഗ്രിമെന്റ് നടത്തിയിരിക്കുന്നത്. ഇസ്രായേലി ഫോഴ്സ് ദേർ അൽ ബല ഗാസയ്ക്കുള്ളിൽ തകർത്ത് വെച്ചിട്ടുള്ള ആക്രമണം, ഞാൻ ഇതിനു മുമ്പ് തന്നെ 2-3 വീഡിയോ ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഗാസയിൽ ഹമാസ് ഓടി ഒളിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇതേ അവസ്ഥ തന്നെയാണ് ലെബനാനിലെ ഹിസ്ബുള്ളയ്ക്കും. ശരിക്കും ഗാസയിൽ ഹമാസ് ഓടി ഒളിക്കുകയാണ്, അതാണ് സംഗതി. ആക്രമണം എന്ന് പറഞ്ഞാൽ അത്തരത്തിലുള്ള അറ്റാക്ക്, മാരകമായിട്ടുള്ള അറ്റാക്കാണ് ഗാസയ്ക്കുള്ളിൽ ഇന്നലെ ഇസ്രായേൽ നടത്തിയത്. ഇസ്രായേലിനെ ഗാസയും ഹിസ്ബുള്ളയും ഒന്ന് അടിച്ചു ഒതുക്കി നിർത്തേണ്ടതുണ്ട്. കാരണം സപ്രസ് ചെയ്ത് നിർത്തണം അതിനെ. കാരണം ഇവിടെ ഇറാൻ ബാക്കി കിടപ്പുണ്ട്. അപ്പോൾ ഇറാൻ ആക്രമണത്തിലേക്ക് വരുമ്പോഴത്തേക്കും ഇവിടെ കുറച്ച് സൈലന്റ് ആയിരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ആക്രമണങ്ങളാണ് ഇസ്രായേൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇതിനിടയ്ക്ക് ഇസ്രായേലിൻ്റെ ഉള്ളിൽ നെസറ്റ് പിരിച്ചുവിട്ടിരിക്കുകയാണ്. ഇനി പാർലമെന്റ് കൂടില്ല. ഒക്ടോബർ 27 ഇലക്ഷൻ നടക്കുന്നത് വരെ ഇനി പാർലമെന്റ് ഇല്ല. അത്തരത്തിലുള്ള ഒരു എമർജൻസി ഘട്ടത്തിലൂടെയാണ് ഇനി ഇസ്രായേൽ കടന്നു പോവുക. ഇനി വരുന്ന ഇപ്പം ഓഗസ്റ്റ് സെപ്റ്റംബർ ടിൽ ഒക്ടോബർ വരെയുള്ള ഒരു ലിറ്ററലി 3 months. അപ്പോൾ ആ ഒരു 3 മാസ കാലയളവിൽ നെതന്യാഹുവിന് വീണ്ടും പ്രൈം മിനിസ്റ്റർ ആവാനുള്ള ഒരു അവസരം കൂടിയാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിമീസ് എന്നുള്ള രീതിയിൽ ഗാസയിലെ ഹമാസ്, ലെബനനിലെ ഹെസ്ബുള്ള, ഇറാനിലെ IRGC, അതേപോലെ യമനിലെ ഹൂത്തികൾ. ഇതിൽ യമനിലെ ഹൂത്തികൾ ഇസ്രായേലിന് സെക്കൻഡ് പ്രയോറിറ്റിയാണ്. അവർക്ക് വലിയ രീതിയിൽ അതിൽ ഇൻട്രസ്റ്റ് ഇല്ല. അൺലെസ് അവർ ഇസ്രായേലിൻ്റെ ഉള്ളിലേക്ക് അറ്റാക്ക് നടത്തുന്നു എങ്കിൽ റിറ്റാലിയേറ്റ് ചെയ്യും. റിറ്റാലിയേഷൻ എന്ന് പറഞ്ഞാൽ ഇസ്രായേലിൻ്റെ റിറ്റാലിയേഷൻ ചെറിയ റിറ്റാലിയേഷൻ അല്ല, എലിമിനേഷനാണ്.
അത് നമ്മൾ പലപ്പോഴായിട്ട് കണ്ടിട്ടുള്ളതാണ്. കൃത്യമായിട്ട് ടാർഗറ്റ് ചെയ്ത് കഴുകൻ കണ്ണുകളുമായിട്ട് പോയി കൃത്യമായിട്ട് എലിമിനേറ്റ് ചെയ്തിട്ട് വരും. അതാണ് ഇസ്രായേലിൻ്റെ ഒരു ശൈലി. അതുകൊണ്ട് ഇത്തവണ ഹൂത്തികൾ എഫക്റ്റീവായിട്ട് മുന്നോട്ട് വരാൻ സാധ്യതയില്ല. കാരണം സൗദി ഒരു സൈഡിൽ ഇടഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണ്. യമൻ്റെ ഉള്ളിൽ തന്നെ അവർക്കെതിരെയുള്ള ഒരു ചേരിതിരിവ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് ഹൂത്തികൾ അത്ര എഫക്റ്റീവായിട്ട് ഇസ്രായേലിനെതിരെ ഇത്തവണ വരാൻ സാധ്യത വളരെ കുറവാണ്. അതേസമയം ഗാസയിലും ലെബനൻ്റെ ഉള്ളിലും തകർത്ത് വെച്ചിട്ടുള്ള ആക്രമണങ്ങളാണ് ഇസ്രായേൽ നടത്തുന്നത്. അത് ജസ്റ്റ് ഫിനിഷ് ചെയ്തിട്ട് നേരെ ഇറാനിലേക്കായിരിക്കും വരുന്നത്. ബെഞ്ചമിൻ നെതന്യാഹുവിന് ഇതൊരു അവസരം കൂടിയാണ്. കാരണം ഇലക്ഷൻ നേരിടുകയാണ്. അപ്പോൾ അവിടെ ഒരു ബ്രേവ് അറ്റംപ്റ്റ് നെതന്യാഹു നടത്തും, അത് ഉറപ്പാണ്. അപ്പോൾ ആക്രമണത്തിന്റെ വീര്യം കൂടും. അതുപോലെ ഗാസയ്ക്കുള്ളിൽ നിസൈറാത്ത് ഏരിയയിൽ പലസ്തീനിയൻ ജിഹാദ് ഗ്രൂപ്പിനെതിരെ ശക്തമായിട്ടുള്ള ഒരു അറ്റാക്ക് നടത്തിയിട്ടുണ്ട് ഇസ്രായേൽ. കുവൈറ്റിൽ KNPC എന്ന് പറഞ്ഞ റിഫൈനറിക്ക് മേളിലാണ് ഇറാൻ അറ്റാക്ക് നടത്തിയത്. അതുമായിട്ട് ബന്ധപ്പെട്ട ഇമേജസ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. വീഡിയോ ഫുട്ടേജസ് ഇതുവരെ വന്നിട്ടില്ല. അതുമായിട്ട് ബന്ധപ്പെട്ട ഇമേജ് ഇപ്പം റിലീസ് ആയിട്ടുണ്ട്. കുവൈറ്റ് ഒഫീഷ്യലായിട്ട് തന്നെ ഈ സ്ഥലങ്ങളൊക്കെ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ള ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ അവർ ഇറക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഈ സ്ഥലങ്ങളൊക്കെ ആധികാരികമായിട്ട് പറയാൻ പറ്റുന്നത്. അപ്പം ഇതിനകത്ത് ഇറാൻ നടത്തിയ മാരകമായിട്ടുള്ള ഒരു അറ്റാക്ക് എന്ന് പറഞ്ഞാൽ കുവൈറ്റിൽ സാദ് അൽ അബ്ദുള്ള അക്കാഡമിയാണ്. സെക്യൂരിറ്റി സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടാണിത്. ആ ഇൻസ്റ്റിറ്റ്യൂട്ട് തകർക്കപ്പെട്ടതാണ് ഇറാൻ ഇതുവരെ നടത്തിയതിൽ എടുത്തു പറയാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ആക്രമണം. അതൊരു വൻ നഷ്ടം തന്നെയാണ്. ഇപ്പം അതേപോലെ തന്നെ ജോർദാൻ്റെ ഉള്ളിൽ അൽസാത്തി എയർബേസിൽ 2 US സോൾജേഴ്സ് കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതും ഇറാന് ഒരു നേട്ടമായിട്ട് വിളിച്ചു പറയാം. പക്ഷേ തിരിച്ചടി ശക്തമായിരിക്കും, അത് ഉറപ്പാണ്. അപ്പം എന്തായാലും ഞാൻ സൺഡേ ഏർലി മോർണിംഗ് ഞാൻ വാർത്ത എടുത്തുകൊണ്ടിരിക്കുന്ന സമയം ശരിക്കും US ആക്രമണത്തിന് പുറപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ അതുകൊണ്ട് 3 മണിക്ക് ശേഷം 4 മണിക്ക് ശേഷമൊക്കെ അതിരാവിലെ നടത്തുന്ന അറ്റാക്കൊക്കെ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താനേ കഴിയുള്ളൂ. അപ്പോൾ എന്തായാലും ഒരു വിഷയം കൂടി കൂട്ടിച്ചേർക്കേണ്ടതുണ്ട്. ഇന്നലെ ഉക്രൈൻ റഷ്യക്കുള്ളിൽ മോസ്കോയിൽ 2 അറ്റാക്ക് നടത്തിയിട്ടുണ്ടായിരുന്നു. ആ 2 അറ്റാക്ക് എന്ന് പറഞ്ഞാൽ ഒന്ന് റഷ്യയുടെ വൈൽഡ് ബെറീസ് എന്ന് പറയുന്ന ആമസോൺ പോലത്തെ ഒരു കമ്പനി, റഷ്യക്കുള്ളിൽ പ്രവർത്തിക്കുന്ന ഒരു e-commerce കമ്പനി, ബിഗ് ജയന്റ് ആണ്. ആ കമ്പനിക്കെതിരെ ഒരു അറ്റാക്ക് നടത്തി. ആ കമ്പനിയുടെ വെയർ ഹൗസ് ഉൾപ്പെടെയുള്ള ആ കമ്പനിയുടെ ഹെഡ് ഓഫീസും കാര്യങ്ങളെല്ലാം തന്നെ കത്തി നശിച്ചു പോയിരിക്കുകയാണ്. അത്തരത്തിലുള്ള അറ്റാക്കാണ് നടത്തിയത്. 4 ഡ്രോണുകളാണ് അവിടെ അറ്റാക്ക് നടത്തിയത്. അതായത് ഹെവി വെയിറ്റ് ഉള്ള അമ്യൂണിഷൻസ് ആണ് ഉപയോഗിച്ചിരുന്നത് ഈ ആക്രമണത്തിന്. വലിയ രീതിയിൽ അത് കത്തിപ്പടർന്ന് നശിച്ചു പോയിരിക്കുകയാണ്. അതേസമയം ഒരു ഓയിൽ റിഫൈനറിക്ക് മേളിലും അറ്റാക്ക് നടത്തിയിട്ടുണ്ടായിരുന്നു. ഇതിനെതിരെ റഷ്യ ഇന്നലെ രാവിലെ തന്നെ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. സാറ്റർഡേ ത്രൂ ഔട്ട് റഷ്യ ഒഡേഷ റീജിയനിൽ മാസീവായിട്ടുള്ള അറ്റാക്കാണ് നടത്തിയത്. അതേപോലെ തന്നെ ബ്ലാക്ക് സീയിൽ ഒരു ഉക്രൈനിയൻ ഷിപ്പിന് നേരെ അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഒഡേഷ പോർട്ടിൽ ഒരു കപ്പൽ നേരെയും അറ്റാക്ക് നടത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ 3 ആക്രമണങ്ങൾ റഷ്യ നടത്തിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് റഷ്യ സാറ്റർഡേ നൈറ്റോടുകൂടി സാറ്റർഡേ ടു സൺഡേയിലോട്ട് കടക്കുന്ന ആ ഒരു രാത്രിയിൽ ഏതാണ്ട് 7 മിസൈലുകളും 90 ഡ്രോണും ഉപയോഗിച്ചുകൊണ്ട് മാരകമായിട്ടുള്ള അറ്റാക്കാണ് ഉക്രൈൻ്റെ ഉള്ളിൽ നടത്തിയത്. നിരവധി ഏരിയകളിൽ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. 69 ഡ്രോണുകൾ ഞങ്ങൾ ഇന്റർസെപ്റ്റ് ചെയ്തു എന്നാണ് ഉക്രൈൻ അവകാശപ്പെട്ടിരിക്കുന്നത്. പക്ഷേ ആക്രമണങ്ങൾ പല സ്ഥലത്തും നടന്നിട്ടുണ്ട്. ഈ 7 മിസൈലുകളെ കുറിച്ച് ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. മാരകമായിട്ടുള്ള അറ്റാക്കാണ് ഉക്രൈൻ്റെ ഉള്ളിൽ റഷ്യ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അസോവ് എന്ന് പറഞ്ഞ കടലിൽ, അതിൻ്റെ ഉൾക്കടലിൽ വെച്ചിട്ട് റഷ്യയുടെ ഷാഡോ ഫ്ലീറ്റുകൾ എന്ന് വിളിക്കുന്ന 13 കപ്പലുകളെ ടാർഗറ്റ് ചെയ്ത് ഉക്രൈൻ അറ്റാക്ക് നടത്തിയതായിട്ടുള്ള വാർത്തകൾ വരുന്നുണ്ട്. പക്ഷേ ഉക്രൈൻ ക്ലെയിം ചെയ്യുന്നുണ്ട്. ഉക്രൈൻ ഓൾറെഡി തന്നെ ഏതാണ്ട് 110-117 കപ്പലുകൾ വരെ റഷ്യയുടേത് ഇതേപോലെ അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. അതിൽ പലതും ഓൾറെഡി അറ്റാക്ക് നടത്തി മൂവ് ചെയ്യാൻ പറ്റാതെ കിടക്കുന്ന ഇമ്മൊബിലൈസ്ഡ് കപ്പലുകൾക്ക് നേരെയാണ് അറ്റാക്ക് നടത്തിയത്. അതിന് വീണ്ടും വീണ്ടും ഇവർ അറ്റാക്ക് നടത്തി കൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ 117 കപ്പൽ അറ്റാക്ക് നടത്തി എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ റഷ്യയുടെ കയ്യിൽ ഇപ്പോൾ കപ്പലുകളൊന്നും തന്നെ ഉണ്ടാവാൻ പാടില്ല. പക്ഷേ ഇപ്പോഴും റഷ്യയുടെ കപ്പലുകൾ 13 അറ്റാക്ക് നടത്തിയെന്നാണ് ഉക്രൈൻ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ വരേണ്ടതുണ്ട്. മൊത്തത്തിലൊരു 36-37 കപ്പലുകളോളം റഷ്യയുടേത് ഉക്രൈൻ അറ്റാക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ജെന്യൂൻ ആയിട്ടുള്ളൊരു കണക്ക്. അതേപോലെ ഈ റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ ഡെത്ത് ടോൾ പറയുന്നുണ്ടല്ലോ ഇവർ, മരണനിരക്ക്, അത് വൻ ഉടായ്പാണ്. ഈ ലക്ഷക്കണക്കിന് ആൾക്കാരൊന്നും മരിക്കുന്നില്ല. റഷ്യയിൽ മരിക്കുന്നില്ല, ഉക്രൈനിൽ മരിക്കുന്നില്ല. സോൾജേഴ്സ് ഉക്രൈനിൽ തുച്ഛമായ നമ്പറിലാണ് സോൾജേഴ്സ് ഉള്ളത്. റഷ്യയിലും അതേ അവസ്ഥ തന്നെയാണ്. പക്ഷെ അതേസമയം ഞാനിവിടെ സൈഡിൽ ഒരു ലിസ്റ്റ് കൊടുക്കുന്നുണ്ട്. ആ ലിസ്റ്റ് നിങ്ങൾ നോക്കിക്കോളൂ. ഇത് കഴിഞ്ഞ ഒരു 1.5 വർഷം കൊണ്ട് നടന്ന ഈ കൊല്ലപ്പെട്ട സോൾജേഴ്സിൻ്റെ മൃതദേഹങ്ങൾ റഷ്യയും ഉക്രൈനും തമ്മിൽ കൈമാറിയതാണ്. ഇതിൽ നിങ്ങൾ നോക്കൂ, റഷ്യ എല്ലാം തന്നെ 1000, 1500, 2000, 3000 ഇങ്ങനെയുള്ള ഒരു കണക്കാണ്. റഷ്യ ആദ്യം കുറച്ച് ഹ്യൂജ് ക്വാണ്ടിറ്റിയിൽ കൈമാറിയിട്ടുണ്ട് സോൾജേഴ്സിൻ്റെ മൃതദേഹങ്ങൾ. ഉക്രൈനിയൻ സോൾജേഴ്സിൻ്റെ മൃതദേഹങ്ങളാണ് റഷ്യ കൈമാറുന്നത്. പക്ഷെ നിങ്ങൾ ഉക്രൈൻ കൈമാറിയ സോൾജേഴ്സിൻ്റെ കണക്ക് നോക്കൂ, വളരെ സ്മോൾ നമ്പേഴ്സാണ്. 100+ ആ ഒരു റേഞ്ചിലാണ് ഉക്രൈൻ അങ്ങോട്ട് കൈമാറിയിരിക്കുന്നത്. അതേസമയം റഷ്യ ആണെന്നുണ്ടെങ്കിൽ മെജോറിറ്റി 1000 നമ്പേഴ്സാണ് റഷ്യ ഇങ്ങോട്ട് കൈമാറിയിരിക്കുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം എന്താണെന്ന് പറഞ്ഞാൽ
യഥാർത്ഥത്തിൽ ഈ സോൾജേഴ്സ് കൊല്ലപ്പെടുന്നുണ്ടോ? യുദ്ധം ഇങ്ങനെ സ്ലോ ഫേസിൽ നടക്കുന്നത് ആരുടെ താല്പര്യമാണ്? ഇതൊക്കെ തന്നെ നമ്മൾ വിലയിരുത്തേണ്ടതുണ്ട്. എവറി മന്ത് 35,000 റഷ്യൻ സോൾജേഴ്സ് ആണ് കൊല്ലപ്പെടുന്നത് എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് നാറ്റോയുടെ ചീഫായിട്ടുള്ള മാർക്ക് റട്ടെ പറഞ്ഞു വെച്ചത്. ഇതിൽ എന്താണ് സത്യം? ഇതിന്റെ ഉള്ളിൽ എന്തോ കള്ളക്കളികളുണ്ട്, പക്ഷെ നമുക്ക് ഇപ്പൊ വ്യക്തമാകുന്നില്ല. എന്തായാലും ഈ റിപ്പോർട്ട് വെച്ച് നമുക്ക് നോക്കുമ്പോഴത്തേക്കും ഇത് ഡേറ്റയാണ്, ഫാക്ട് ഷീറ്റ് ഡേറ്റയാണ്. അപ്പൊ അതുകൊണ്ട് ഇത് പൂർണ്ണമായിട്ട് നമുക്ക് മുഖവിലേക്ക് എടുക്കാം. ഈ യുദ്ധം അവസാനിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട ക്ലിയർ പിക്ചർ പുറത്തു വരികയുള്ളൂ. അപ്പോൾ എന്തായാലും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷയങ്ങളാണ് നമ്മുടെ വീഡിയോയിൽ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.